നിങ്ങളുടെ കസ്റ്റമർ അല്ലാത്ത ഒരാളെ പോലും, അതൊന്നും കൂടെ പറയാം, ഇങ്ങനെ ഫാമിലി, ഫ്രണ്ട്സ് ഇവരെയൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യിപ്പിക്കുക, ഫോളോവേഴ്സ് ആക്കുക, സബ്സ്ക്രൈബേഴ്സ് ആക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഇവരാരും നിങ്ങളുടെ കസ്റ്റമർ അല്ല. നിങ്ങൾക്ക് നാളെ ഒരു ബൂസ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെ പെയ്ഡ് ആഡ് കൊടുക്കണമെങ്കിലോ, ഈവൻ നിങ്ങളുടെ ഒരു കോണ്ടന്റ് പോപ്പുലർ ആവണമെങ്കിൽ പോലും ഇവരാരും ഹെൽപ്പ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഇവർ ലൈക്ക് അടിക്കില്ല, കമൻറ്റ് ചെയ്യില്ല എന്നല്ല. ഇവരടിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഓരോ ലൈക്കും അൺവാണ്ടഡ് ആയിട്ടുള്ള ഓരോ കമൻറ്റും ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ പിടിച്ച് താഴ്ത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കാരണം ഫേസ്ബുക്കിൽ അതിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പോസ്റ്റുകൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യുക, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങളുടെ പേജ് അയച്ചു കൊടുത്തു. അവരൊക്കെ നിങ്ങൾ അയച്ചു തന്നതല്ലേ, അപ്പോൾ ഒരു മാന്യതയ്ക്ക് അവരത് ലൈക്ക് ചെയ്യും, അല്ലെ ഫോളോ ചെയ്യും, ഈവൻ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് പറയും 1-2 വീഡിയോയോ സംതിങ് ഇട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറയും. സംടൈംസ് നിങ്ങളോ തന്നെ കമൻറ്റ് അയച്ചു കൊടുക്കും, അവർ ജസ്റ്റ് കോപ്പി പേസ്റ്റ്. then അടുത്ത സംഭവിക്കുന്നത്, നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമർ, നിങ്ങളുടെ റിയൽ കസ്റ്റമർ ആണ് ആ നിങ്ങളുടെ ഫ്രണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ അവരുടെ ചോയ്സ് ഫേസ്ബുക്ക് എന്ത് ചെയ്യും, പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റോങ് ആയ ഒരു കസ്റ്റമർ ആയിട്ട് അയാൾ മാറും. ദെൻ അയാളെ പോലെയുള്ള ആൾക്കാർക്ക് പിന്നെയും ഫേസ്ബുക്ക് നിങ്ങളുടെ പോസ്റ്റുകൾ അയച്ചു കൊടുക്കും. സോ നിങ്ങളുടെ ആ ഫ്രണ്ടിന് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വേണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അയാളൊന്നും വാങ്ങില്ല, ഇടയ്ക്ക് ലൈക്കും കമൻറ്റും അടിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം അടിക്കുന്ന ലൈക്കും കമൻറ്റും നിങ്ങളുടെ ബിസിനസ്സിനെ ഇങ്ങനെയാണ് പിടിച്ചു താഴ്ത്തുക. നല്ലൊരു ഉദാഹരണം പറയാം. നിങ്ങളിൽ എത്ര പേര് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്? ചൂണ്ടയിട്ട് അല്ലെങ്കിൽ വല വീശി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആ എക്സാമ്പിളാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മെറ്റ ആഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. സോ ഇനിയിപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഞാനാണ് ചൂണ്ടിടാൻ പോകുന്നത്. ഞാൻ അവിടെ എൻ്റെ അടുത്ത് നല്ലൊരു പുഴയുണ്ട്, ചെറിയൊരു തടാകമുണ്ട്. സോ അവിടെ ഞാൻ ഒരു പുതിയ ചൂണ്ടയൊക്കെ വാങ്ങി, അതായത് ഇപ്പോൾ മോഡേൺ ആയിട്ടുണ്ടല്ലോ, അങ്ങനെ നല്ല കറക്കി ഈസി ആയിട്ടൊക്കെ ഫിഷിങ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു അൾട്രാ പ്രോ ആയി തന്നെ നല്ല മഴയുള്ള സമയത്ത് നല്ല ജാക്കറ്റൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ചൂണ്ടക്കാരനെ പോലെ അവിടെ പോയിരിക്കാം. ചൂണ്ടയൊക്കെ ഇട്ടു, ഒരു അരമണിക്കൂറായി. ആദ്യം കുറച്ച് അടുത്തിട്ടു. അപ്പോൾ ആരോ ഒരാളെന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തിട്ടാൽ മീൻ കിട്ടില്ല, കുറച്ചും കൂടെ അപ്പുറേക്ക് മാറ്റിയിട്ട് കേട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചൂണ്ട കുറച്ചും കൂടെ ദൂരേക്ക് മാറ്റിയിട്ടു. സോ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ അങ്ങ് സെറ്റാവുന്നില്ല. കാരണം ഏകദേശം 1-2 മണിക്കൂറായി ഞാൻ അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നു. മീൻ എന്തോ കൊത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നതല്ലാതെ ഒരു മീനും കൊത്തുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് മാറ്റി കുറച്ചും കൂടെ ഒരു 50 മീറ്റർ കുറച്ച് മാറി അവിടെ പോയിട്ട് ചൂണ്ടയിടാൻ പോയി. സോ അവിടെ പോയിട്ടിട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, എൻ്റെ തൊട്ട് ഒരു 10-20 മീറ്റർ അപ്പുറം ഇരിക്കുന്ന ഒരു ചൂണ്ടക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ എൻ്റെ ചൂണ്ടയൊക്കെ ആയി നേരെ അവിടെ പോയി. അവിടെ ഞാൻ ഇതേപോലെ ഒരു 10-15 മിനിറ്റ് നേരം സ്പെൻഡ് ചെയ്തു, നോ രക്ഷ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ മീൻ പിടിച്ച് ചൂണ്ടക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ കുറേ മീൻ കിട്ടിയല്ലോ, ഞാൻ ഈ ചൂണ്ട കൊണ്ട് പോയിട്ട് ഒന്നും കിട്ടിയില്ല. സോ അപ്പം അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇരയിട്ടത്, ഇര കൊടുത്തത്, അല്ലെ ബൈറ്റ്, എന്താണ് ബൈറ്റായിട്ട് യൂസ് ചെയ്തത്? അപ്പം ഞാൻ ചോദിച്ചു, ചൂണ്ടയിടണമെങ്കിൽ മീൻ കിട്ടണമെങ്കിൽ ഇര വേണോ? അതെന്താ സാധനം? എങ്ങനെയുണ്ട്? ഞാൻ മണ്ടറല്ലേ? സോ ഇതേപോലെയാണ് മെജോറിറ്റി ആൾക്കാരും പെയ്ഡ് ആഡ് കൊടുക്കുന്നത്. അൾട്രാ കളറുള്ള തീമുള്ളത് പോസ്റ്റർ ഉണ്ടാക്കും, ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ബ്രാൻഡിങ് ആക്കും. എന്നിട്ട് അവനവനെ കൊണ്ട് ആഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ഒരു ആഡ് 2000-3000 കൊടുത്തൊരു ആഡ് സെറ്റ് ചെയ്ത് മേടിക്കും. അല്ലെങ്കിൽ ChatGPT പറയുന്ന എല്ലാം കൂടി ഫിറ്റ് ചെയ്ത് ഒരു ആഡ് ഉണ്ടാക്കും. എന്നിട്ട് ഇത് കൊണ്ടിടും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ചൂണ്ടയിൽ ഇര ഇടാത്ത പോലെ, ഇര കൊളുത്താത്തതുപോലെ എക്സാക്ട്ലി നിങ്ങളുടെ കസ്റ്റമറെ കണക്ട് ചെയ്യുന്ന ഒരു ഹുക്ക് അതിലുണ്ടാവില്ല. വലിയ ചൂണ്ട മേടിച്ച് പൈസ കളഞ്ഞതുപോലെ 500, 1000, 2000, 3000 എല്ലാം ആഡിന് കൊടുക്കും. എന്നിട്ട് ആഡ് സ്പെൻഡ് എന്ന് മാത്രം കാണും. നിങ്ങൾക്ക് യാതൊരുവിധ ഇൻകവും കസ്റ്റമറോ സെയിലോ വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാവരും
ഫേസ്ബുക്ക് കൊള്ളില്ല, ഇൻസ്റ്റാഗ്രാം കൊള്ളില്ല, യൂട്യൂബ് തട്ടിപ്പാണ്, ഗൂഗിൾ ആഡ് തട്ടിപ്പാണ്, ഇതൊന്നും നടക്കൂല എന്ന് പറയും. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.